എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇന്ന് എനിക്ക് ഭയങ്കര തിരക്കാണ്, ഒത്തിരി ജോലിയുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ജോലിക്ക് ആൾ നിൽക്കുന്ന ഇത് കുരുമുളകിൻ്റെ വള്ളിയൊക്കെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടേ കെട്ടാൻ വേണ്ടിയിട്ട് ആൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ചോറ് കൊടുക്കണം. രാവിലെ കാപ്പി കൊടുത്ത് ഇഡ്ഡലിയായിരുന്നു, ഇഡ്ഡലിയും ചമ്മന്തിക്കറി. കുടിക്കാൻ വെള്ളം വെച്ചിരിക്കുന്നു, അത് തിളച്ചോന്ന് നോക്കണം. ആ തിളച്ചു. പിന്നെ ചക്ക കൂട്ടാൻ വയ്ക്കണം. ഇന്നെന്തുവാന്ന് വെച്ചാൽ മുരിങ്ങാക്കയും കൊച്ചുള്ളിയും കൂടെ തീയലാണ്. തേങ്ങ വറുത്തരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇഞ്ചിക്കറി വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു, ഇഞ്ചിക്കറി വയ്ക്കണം. പിന്നെ വേറെന്താണ്, ചക്കക്കറി വയ്ക്കണം, ചക്ക കൂട്ടാൻ വയ്ക്കണം. അങ്ങനെ ഒത്തിരി ജോലിയുണ്ട്, എനിക്ക് ഭയങ്കര തിരക്കിലാണെന്ന്. പിന്നെ വേറെന്താണ്, അത് മാത്രമല്ല ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഇന്ന് വൈകിട്ട് എനിക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകണം. ചേച്ചിയുടെ ചെറുമോൻ്റെ കൊച്ചിൻ്റെ നൂല് കെട്ടാണെന്ന്. ഇന്നല്ല, നാളെയാണ് വെള്ളിയാഴ്ച, നാളെ രാവിലെയാണ്. അപ്പോൾ ഇനി 2 ദിവസം എനിക്കിവിടെ ജോലിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ആ 2 ദിവസത്തേക്കുള്ള കറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുരിങ്ങാക്കയും കൊച്ചുള്ളിയും കൂടെ തീയൽ വെച്ചാൽ അത് ഇന്നും നാളെയും കൂട്ടും. ഇത് കൂടുതൽ വയ്ക്കണം. പിന്നെ ഇഞ്ചിക്കറി വയ്ക്കണം. പിന്നെ ഉണക്കമീൻ വറുത്തിട്ട് വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. ചാളയാണേ. അങ്ങനെ അതൊക്കെ ഒത്തിരി പണികൾ. ചമ്മന്തി എല്ലാം അരച്ച് വയ്ക്കണം. അങ്ങനെ കുറേ ജോലികൾ ഒതുക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ എനിക്ക് വൈകിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോകണം. നാളെ രാവിലെയാണ് നൂല് കിട്ടും. നാളെ രാവിലെയൊന്നും അങ്ങ് എത്തത്തില്ല, അല്ലെങ്കിലും മഴയൊക്കെയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് പോവാം, സമാധാനമായിട്ട് വൈകിട്ട് പോവാം. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മറ്റന്നാൾ എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ചയിലൊന്ന് ഗ്രാമസഭയാണ് നമുക്ക് കോട്ടുന്നത്ത്. എനിക്ക് ഗ്രാമസഭയ്ക്ക് പോകണം. കുറേ കാലമായി ഞാൻ ഗ്രാമസഭയ്ക്കൊന്നും പോയിട്ടില്ല. ഇപ്പോൾ പോവേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അതിനുള്ള. അപ്പം അല്ലെങ്കിൽ പോകണം, നമുക്കൊന്നുമില്ലെങ്കിലും നമ്മൾ പോവേണ്ടതാണ് നമ്മുടെ ഇതിലൊക്കെ. പക്ഷെ ഞാൻ പോയിട്ടില്ല, ഇതുവരെയും ഞാൻ പോയിട്ടേ ഇല്ല ഇത്രയും വയസ്സിനിടയിൽ. അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു, അങ്ങനെ ഒന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇനിയിപ്പം മറ്റന്നാൾ പോകണം. ശനിയാഴ്ചയായിരുന്നു. അതെപ്പോഴാണെന്നുള്ള കറക്റ്റ് അതിനകത്ത് ഉണ്ട്, നമുക്കൊരു നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്, അതിനകത്തുണ്ട്. അതൊന്നും നോക്കിയില്ല, നോക്കണം. മോൻ നോക്കിയിട്ട് വെച്ചത് ഞാൻ ശരിക്ക് കേട്ടില്ല അവൻ പറഞ്ഞത്. അപ്പം നാളെ പോയി ഇന്ന് വൈകിട്ട് പോകും. നൂല് കെട്ടും കഴിഞ്ഞിട്ട് വന്നിട്ട് ഗ്രാമസഭയ്ക്കും പോയിട്ട് പിന്നെ വീട്ടിലിത്തിരി ജോലിയുണ്ട് എനിക്ക്. നാളെ നൂല് കെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീട്ടിൽ വരും, രാവിലെയല്ലേ. അപ്പം വീട്ടിൽ വന്നിട്ട് എനിക്ക് ഇച്ചിരി പണികളുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കുറേ എന്തെങ്കിലുമൊക്കെ ചുരണ്ടിയും വീട്ടിൽ നിന്നാൽ എനിക്ക് ചുമ്മാതെ ഞാൻ കിടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുകയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇരിക്കുകയൊന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കുകയൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് ചെടിയുടെ മൂട്ടോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും മൂട്ട് ഇങ്ങനെ കുത്തിയും കിളച്ചും ഒക്കെ നിൽക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. തോട്ടിൽ ശരിക്കും മണലിറങ്ങി കിടക്കുന്നു. അപ്പോൾ അതിനെ കോരി, മണലല്ല ഞാൻ കോരുന്നത്, മണലിനായിട്ടല്ല, വേണമെങ്കിൽ കോരാൻ ഇഷ്ടം പോലെ മണൽ തോട്ടിൽ വന്ന് ഇറങ്ങി കിടക്കുന്നു. ഇപ്പം തോട് കുറേ തോണ്ടി കേട്ടോ. ഈ വയൽ കൃഷി കുറച്ച് ഇങ്ങോട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വെള്ളം നമ്മുടെ ആ വരമ്പ് കടന്ന് വെള്ളം വയലിനകത്തോട്ട് പോയിട്ട് കൃഷിയെല്ലാം നശിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് അവർ പഞ്ചായത്ത് പറഞ്ഞിട്ട് കുറേ തോണ്ടിയപ്പോൾ കുറേ കുഴിയായി. അപ്പോൾ അവിടെ ഈ മഴ പെയ്ത് വെള്ളം ഫുള്ള് വന്നതിന് ശേഷം മണലാണ്, മൊത്തം മണൽ പോരണമെങ്കിൽ എന്തോരം മണൽ കിടക്കണം. എനിക്ക് മണലിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ എനിക്ക് പോരാൻ പറ്റുന്നില്ല. പിന്നെ അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ചരളൊക്കെ കൂടെ കോരി എൻ്റെ സൈഡിലോട്ട് കോരി ഇടണം. പിന്നെ കുറച്ച് ചെളിയൊക്കെ കാണും, അതൊക്കെ ഞാൻ കോരി വാഴയുടെ മൂട്ടോ കമ്പിൻ്റെ മൂട്ടോ വല്ല എന്തിനെങ്കിലും മൂട്ടക്കിൽ ഞാൻ ഇടും. ചാണകം പോലെ കിടപ്പുണ്ടത്, കുറച്ച് ചെളി ആ സൈഡ് വരാം. കഴിഞ്ഞ ദിവസമൊക്കെ വാരി വീട്ടിൽ നിന്നാൽ ഇതൊക്കെ തന്നെ പണി. പിന്നെ വേറെന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. നാളെയൊന്നും ചിലപ്പം വീഡിയോ ഇടാൻ പറ്റത്തില്ല, നാളെയൊന്നും വീഡിയോ ഇടില്ല. പിന്നെ വേറെന്താണ്, അങ്ങനെ ഇത്രയും ഒരു കാര്യമുണ്ട് എനിക്ക് വിശേഷം. പിന്നെ വേറെന്താ പറയാൻ, 2 പേര് നിൽക്കുന്നു ഈ കുരുമുളകിൻ്റെ വള്ളി കണ്ടിച്ച് പുതിയ മരത്തിൻ്റെ മൂട്ടുകളിൽ നട്ടു വയ്ക്കാനേ. ഇപ്പോൾ മഴ സമയമാകുമ്പം പിടിക്കും. ഞാനും ഇന്നാൾ ഇവിടെ നിന്ന് കുറച്ച് വള്ളി കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ നട്ടു. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ നട്ടത് പൊടിച്ച് കേട്ടോ.
പൊടിച്ച് വന്നെങ്കിലും ഞാൻ ഓരോ പിടി വീതം നട്ടു. പക്ഷേ അതിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് പിടിച്ചത്. പക്ഷേ ഒന്നിൻ്റെ ഒന്ന് മൂട്ടിൽ ആ ഒരെണ്ണം പൊടിച്ചിട്ടുണ്ട്, ഒന്നോ രണ്ടോ ഇല. ചാണകം വെച്ച് കൊടുക്കണം. ഇനി ചാണകമാണ് നല്ല വളം. എന്നുവെച്ചാൽ ഈ മുളക് തൈയൊക്കെ നടുമ്പോൾ ചാണകം വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അത് കരിയാതെ പിടിക്കും. പക്ഷെ എൻ്റെ ഇവിടെ ചാണകമില്ല. ചാണകം അവിടെ ഉള്ള വീടുകളൊക്കെ ഉണ്ട്, പശുവും പോത്തൊക്കെ ഉള്ളത് വീടുണ്ട്. പോയാൽ നമുക്ക് കിട്ടും. കുറച്ച് ചാണകം വേണമെന്ന് പറഞ്ഞാൽ അവർ തരും. പക്ഷെ അതിനുള്ള സമയവും ഇല്ല. ഇപ്പം എന്തായാലും ഇച്ചിരി പൊടിച്ച് വരുന്നതിന് ഇട്ടേ കൊള്ളാവും. വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുക്കണം. ചീര നട്ടിട്ടേ ചാണകം ഇല്ലാത്തതുകൊണ്ട് അതൊരു തൂങ്ങി തൂങ്ങി നിൽക്കുന്നു. വളമൊന്നും വെച്ചില്ലല്ലോ. അങ്ങനെ പിന്നെ ചതുരപ്പയറുണ്ടല്ലോ, ചതുരപ്പയറല്ല, എൻ്റെ വാളരിങ്ങ നട്ട് ഞാൻ 2-3 ദിവസം പറിച്ച് മെഴുക്ക് പുരട്ടി. ഉണക്കമീൻ, ചാള ഉണക്കമീനിൻ്റെ കൂടെയും അയല മീനിൻ്റെ കൂടെയൊക്കെ ഇട്ട് നമുക്ക് കറി, തേങ്ങ അരച്ചൊക്കെ കറി വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. നല്ലതാണ്. നല്ല ഇത് എന്തെന്ന് വാളരിങ്ങ പിഞ്ച് പറിക്കണം. മെഴുക്ക് പുരട്ടി 2 ദിവസം തിന്നു. പിന്നെ ഇനി പറിക്കാനായിട്ട് കോവയ്ക്ക പറിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. വൈകിട്ടൊക്കെ പോയിട്ടേ കറിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ധൃതി പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് മഴയൊക്കെ ആയിരുന്നു. പിന്നെ ചക്ക അരിഞ്ഞങ്ങ് അടുപ്പിലോട്ട് വെച്ചേച്ചേ. ചക്ക അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ട് മുരിങ്ങയ്ക്ക ഉള്ളിയും കൂടെ, ഉള്ളി ഞാൻ അങ്ങനെയാണ് തൊലിച്ചിട്ടിരിക്കണം. എന്തെന്നറിയാം, കുറച്ച് ഞവടി കഴുകുമ്പോഴത്തേക്ക് ആ പുറത്തുള്ള തൊലി പോവും. എല്ലാ ഉള്ളിയൊന്നും അരിയണ്ട. എന്തെന്ന് വെച്ചാൽ കുഞ്ഞുള്ളി, ഒരുപാട് ചെറിയ ഉള്ളി. ഈ മഴ സീസണിൽ ഇങ്ങനെ തന്നെ കുറേയൊക്കെ അങ്ങ് ഇല്ലാതെ പോകും. പിന്നെ തീയൽ വയ്ക്കണം. കൊട്ട തേങ്ങയും കിടക്കണം കേട്ടോ. ആ കൊട്ട തേങ്ങയിട്ട് പൊട്ടിച്ചിട്ട് തിരുമ്മി എടുക്കാൻ പറ്റില്ല. അതിനെ മിക്സിയിലോട്ട് അടിച്ചിട്ടേ, അപ്പോൾ വറുത്തെടുക്കാനും നല്ലതാണ് മിക്സിയിലോട്ട് അടിക്കുമ്പോൾ. ഒരുപാട് കുഞ്ഞായിട്ടാവും. പിന്നെ വേറെന്താണ്, ചക്ക നമുക്കൊരളവുണ്ട് എനിക്ക് കേട്ടോ. അത് കൂടുതൽ വെച്ചാലേ അത് ബാക്കി വരും. എനിക്കിതിലൊരളവുണ്ട്. ആ അളവനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ശരീരത്തിന് ഒരു 3/4 ഭാഗം എടുക്കും കേട്ടോ ഈ ശരീരത്തിന്. ഒരുപാട് അരിഞ്ഞാൽ ഇതിനിപ്പോൾ കുറേ ഞാൻ കൊണ്ടുപോകും വീട്ടിൽ. പുഴുങ്ങി വല്ലതും തിന്നും. അത് മാത്രമല്ല അതുകൊണ്ട് പോവാറില്ല. കൂടെ കറി വെച്ചിട്ടാണ് കൊണ്ടുപോകണത്. ഇത് കുറച്ചുകൂടെ വേണം. ഇതെന്താ ചൂടാണ്, പുഴുങ്ങി തിന്നാൻ നല്ലതാണ്. ഇതേ നല്ല കപ്പ പോലെ ഇരിക്കും. വലിയുള്ളതല്ല കേട്ടോ, നല്ല ചക്കയാണിത്. കഴിഞ്ഞ ദിവസം എടുത്തത് കുറേ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. ഫ്രൈസറിലോട്ട് ഇരിപ്പുണ്ട്. വേണ്ടെങ്കിൽ അരിയുമ്പോൾ നോക്കാം. ഇതിൻ്റെ ഇത്രയേ വേണ്ടി. പിന്നെ ചേച്ചി അവിടെ ചേമയ്ക്കുന്നു. ചേച്ചി കാപ്പി മരുന്നൊക്കെ കൊടുത്തിട്ടവിടെ ഇരിക്കുന്നു. ഇതൊക്കെ വഴക്കൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ബാത്റൂമിനകത്ത് കയറി നല്ല പണിയൊക്കെ ചെയ്തു. ഇപ്പോൾ ബാത്റൂമിലൊക്കെ ഒറ്റയ്ക്ക് പോവാം. ഞാൻ വരുമ്പോൾ ഒന്നും പോകത്തില്ല, ഇത് തിരിച്ചുകൊണ്ട് പോകണമായിരുന്നു. അപ്പം ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റിയിട്ട് നല്ലോണം അവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ കാണാതെ അതിൻ്റെ വെളിയിൽ മൊത്തം ഫുള്ളാക്കി വെച്ച് നല്ല പണി എനിക്ക് തന്നിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഞാൻ വഴക്ക് വെച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ നല്ല വൃത്തി ഞാൻ ബാത്റൂം കഴുകിയിട്ടേച്ചും പോയത്. രാവിലെ വന്നപ്പോൾ അങ്ങനെ പണിയാക്കിയിട്ടിരിക്കുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ലോണം എനിക്ക് പോകാൻ പറ്റും. എന്നിട്ട് ഇത്തരം പണി കാണിച്ചു. ഇനി എന്തോന്ന് വയറിന് സുഖമില്ലായിരുന്നാണ്, വയറിന് സുഖമില്ലാത്തതുകൊണ്ടാണോ എന്തോ ആണോ, എന്തായാലും വഴക്ക് പറഞ്ഞു. ചെന്ന് കണ്ടപ്പോൾ വഴക്ക് പറയാൻ തോന്നി. അതിൻ്റെ ഈ വെള്ളം പോകുന്ന ഭാഗമുണ്ടല്ലോ അടഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ വെള്ളവും ഒക്കെ കൂടെ കിടന്ന് എനിക്ക് ആകെ പെരുത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ ടാറ്റാ. നല്ലോണം വേവുന്ന ചക്കയാണ്, നല്ലോണം വേവണ ചക്കയാണ്. പക്ഷേ ശരിക്ക് വേവുമുണ്ട്, കുറേ വെള്ളവും വേണം കേട്ടോ. വേവണ ചക്കയാണ്, നല്ല ചക്കയാണ്. പക്ഷേ ശരിക്ക് വെള്ളവും വേണം, കുഞ്ഞായിട്ട് അരിഞ്ഞു വിടണം. അടുപ്പിൽ അരി തിളച്ചതേ ഉള്ളൂ. ഇതിൽ മുരിങ്ങയില എല്ലാം പറിച്ച് തോരൻ വയ്ക്കും. ഇന്ന് 5 ഇല തോരനൊന്നും ഇല്ല. അതിനൊന്നുള്ള സമയമില്ല കേട്ടോ. പറിക്കണിക്ക് അവിടെയൊക്കെ ഉണ്ട് ഓരോന്നൊക്കെ.
അപ്പോൾ പിന്നെ ശരി, ടാറ്റാ ടാറ്റാ.